ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പഞ്ചലോക വിഗ്രഹം കടത്തിയെന്ന ആരോപണമുയർന്ന ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ എന്ന ഡി മണിയെ ചെന്നൈയിൽ SIT ചോദ്യം ചെയ്തു. വജ്രവ്യാപാരി എന്ന ഡി മണി SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. വജ്രവ്യാപാരത്തിൽ ഇടനില നിന്നതുകൊണ്ടാണ് ഇയാളെ ഡയമണ്ട് മണി അഥവാ ഡി മണി എന്ന് വിളിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷഫീദ്, ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ്. ഷഫീദ്, ഈ ഡി മണി കുറച്ച് ദിവസങ്ങളായി കിടന്ന് കറങ്ങുന്നു. ഈ വ്യവസായി വെളിപ്പെടുത്തിയതിനു ശേഷം ഈ ഡയമണ്ട് മണിയെ കണ്ടെത്താൻ SIT കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ വഴിത്തിരിവ് തന്നെ ഈ അന്വേഷണത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന പേരാണ് ഡി മണി. ഡി മണി എന്ന പേരിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടു. ഈ ദാവൂദ് മണി, അതേപോലെ ദുബായ് മണി എന്നൊക്കെയുള്ളതായിരുന്നു ആ വ്യാഖ്യാനങ്ങൾ. മാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് SIT എത്തിയത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഘട്ടത്തിൽ വഴിമുട്ടി നിന്നു. കാരണം ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു, ഇപ്പോൾ അതെവിടെ, അവരെന്താണ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും അതേപോലെ തന്നെ റൊദ്ദം ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി സഹകരിക്കാതെ വന്നതോടുകൂടിയാണ് അവരുടെ അറസ്റ്റിലേക്ക് കടന്നത്. പക്ഷെ അപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ ഒരു തുമ്പ് കിട്ടിയിരുന്നില്ല. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായി അദ്ദേഹം ചില വിവരങ്ങൾ SITക്ക് കൈമാറുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്കറിയാം. ചെന്നൈ സ്വദേശിയായിട്ടുള്ള, ചെന്നൈയിലെ ഒരു വ്യവസായിയായിട്ടുള്ള ഡി മണി എന്നയാൾക്ക് ഇക്കാര്യങ്ങളിൽ പങ്കുണ്ട്. സ്വർണം മാത്രമല്ല, ശബരിമലയോ അല്ലെങ്കിൽ ഉപക്ഷേത്രങ്ങളോ മറ്റ് ക്ഷേത്രങ്ങളോ കേന്ദ്രീകരിച്ച് 2019-2020 കാലത്ത് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്തി. അതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതന പങ്കുണ്ടായിരുന്നു. ഡി മണി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ഉന്നതൻ, ഇവർ 3 പേരും ചേർന്ന് തിരുവനന്തപുരത്ത് 2020 ഒക്ടോബർ 26 ആ പണം കൈമാറ്റം നടന്നു എന്നൊക്കെയുള്ളതായിരുന്നു വളരെ നിർണായകമായിട്ടുള്ള ആ മൊഴി. ആ മൊഴിക്ക് പിന്നാലെ മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടിയാണ് SITയിലെ തന്നെ പ്രത്യേക സ്ക്വാഡ് ചെന്നൈയിലേക്ക് എത്തുന്നത്. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി ഡി മണി എന്ന് പറയപ്പെടുന്ന യഥാർത്ഥയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകനാണ് ഡി മണി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇയാളുടെ ഓഫീസിൽ ഇന്നലെ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളതാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡി മണി എന്നാൽ അത് ഡയമണ്ട് മണിയാണ്. ഈ വജ്രവ്യാപാരത്തിൽ ഇടനില നിന്നാണ് ഇയാൾക്ക് ഈ പേര് കിട്ടിയത്. ഇയാളിപ്പോൾ വജ്രവ്യാപാരം നടത്തുന്നയാളാണെന്ന് SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. കേസിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്കോ മൊഴിയെടുപ്പിലേക്കോ അന്വേഷണ സംഘത്തിന് ഇന്നലെ കടക്കാനായില്ല. അതുകൊണ്ട് ഇന്ന് അത് കേന്ദ്രീകരിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്താനാണ് SITയുടെ തീരുമാനം. ഏതായാലും ഡി മണിയാണ് സ്വർണ്ണക്കൊള്ളയിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആകർഷണ പോയിന്റ്, അട്രാക്ഷൻ പോയിന്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഡി മണി ഏതെങ്കിലും തരത്തിൽ ഈ വിദേശ വ്യവസായി നൽകിയ മൊഴി സാധൂകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, അത് കണക്ട് ചെയ്യുന്ന എവിഡൻസ് കിട്ടിയാൽ സ്വാഭാവികമായും SIT തുടർ നടപടികളിലേക്ക് കടക്കും. സമാന്തരമായി സംസ്ഥാനത്തിന് പുറത്ത് ചെന്നൈ കേന്ദ്രീകരിച്ച് മറ്റൊരു അന്വേഷണം നടക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പിന്നണി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൂടാതെ ഇന്നലെ ബെല്ലാരിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. 2ാം തവണ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി, ഗോവർദ്ധന റൊദ്ദം ജ്വല്ലറി അടക്കം പരിശോധന നടത്തിയെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന്റെ സമയപരിധി അവസാനിക്കാൻ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ പരമാവധി തെളിവ് ശേഖരണം, അതിനെല്ലാം അപ്പുറത്തേക്ക് ശബരിമലയിലെ കട്ടിളപ്പാളിയും സ്വർണ്ണപ്പാളിയും ഇവർ ഈ പറയുന്നത് പോലെ, ഈ കൊള്ളസംഘം പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഉരുക്കി വിറ്റതാണെന്ന് ഇപ്പോൾ SITക്ക് വിലയിരുത്തലില്ല. പകരം ഇത് കടൽ കടത്തി എന്നുള്ളതാണ് അവർ സംശയിക്കുന്ന കാര്യം. അക്കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകും. ഡി മണിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ, ഡയമണ്ട് മണിയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറുകയും ചെയ്യും. SKN. ഓക്കെ, എന്തായാലും സംശയരഹിതമായി ഷഫീദ്, ഈ ഡി മണി ഡയമണ്ട് മണിയാണ്, ഇയാൾക്ക് ഈ കാര്യത്തിൽ കാര്യമായ പങ്കുണ്ട് എന്ന് SITക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണോ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്? അതായത് അന്വേഷണ സംഘം വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? SKN ഉറപ്പായിട്ടും. അതായത് SITയുടെ ഇപ്പോഴത്തെ ഒരു മനോഗതി എന്നാൽ തങ്ങൾക്ക് മുൻപിൽ വരുന്ന എല്ലാ ഇൻഫർമേഷനുകളും ക്രോസ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കേവലം ഈ വിദേശ വ്യവസായം നൽകിയ മൊഴി മാത്രമല്ല, ഡി മണിയുടെ പേര് തന്നെ റെപ്രസെന്റ് ചെയ്ത് ഒരു മെയിൽ അത് SITക്ക് എത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. പലതരത്തിലുള്ള ഇമെയിലുകൾ, പലതരത്തിലുള്ള വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് ലഭിച്ചിരുന്നു. അതിൽ അവർക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഡി മണിയിലേക്ക് എത്തിയത്. ഈ
വിദേശ വ്യവസായി പറഞ്ഞിട്ടുള്ള ഡേറ്റുകൾ ഒക്ടോബർ 26 ശബരിമലയിലെ ഒരു ഉന്നതൻ, കേരളത്തിൽ നടന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റം, പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ കടത്ത്, അതിനുവേണ്ടിയിട്ട് മറ്റു ചിലരെ ഏർപ്പാടാക്കിയതടക്കമുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘം അന്വേഷിക്കും. ഇതിന്റെ ഭാഗമായി ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമാകുന്നത് ഇന്നലെ സംസ്ഥാനത്തിന് പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് SITയെ സംബന്ധിച്ച ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇന്നലെ നടത്തിയത്. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരിക്കില്ല. ഇന്ന് ഒരുപക്ഷെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. SIT ഇന്നലെ ചെന്നൈ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ചില വിവരങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ഈ വിദേശ വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരാമർശമെങ്കിലും ഉണ്ടായാൽ SIT സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം ഈ ഡി മണി അല്ലെങ്കിൽ ഡയമണ്ട് മണി, ഈ ബാലമുരുകൻ എന്ന് പറയപ്പെടുന്ന ആളുടെ വിയറബോട്ട്സുകളെ കുറിച്ച് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ബെല്ലാരിയിൽ ഇന്നലെ നടത്തിയ അന്വേഷണവും ഇതുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചും അവരെ ബന്ധപ്പെടുത്തിയും അന്വേഷണങ്ങൾ പല വഴിക്ക് പല വിധത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടി നിൽക്കുകയായിരുന്നു. കാരണം നമുക്ക് ആത്യന്തികമായി അറിയേണ്ടത്, അല്ലെങ്കിൽ കോടതിയിൽ ഈ കേസിന്റെ ബേസ് എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയാണെങ്കിലും അല്ലെങ്കിൽ കട്ടിടപ്പാളിയാണെങ്കിലും ഇത് കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്തു, ഇപ്പോൾ അത് ഏത് മെറ്റീരിയലിൽ നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾക്ക് SITക്ക് ഇതുവരെയും മറുപടിയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത്, സുഭാഷ് കപൂർ മോഡൽ എന്ന രണ്ടാം ഇടക്കാല ഉത്തരവിന് ശേഷമുള്ള കോടതിയുടെ പരാമർശം, അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വിഷയത്തിലാണ്. അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റായി ഡി മണിയെ അന്വേഷണ സംഘം കാണുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ആ രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് SIT ഉള്ളത്. നാളെയും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നാളെ ഈ A പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ നാളെ ഉണ്ടാകും. എന്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതി ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ നാളത്തെ അവരുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അവരൊക്കെ കോൺസ്പിറസിയുടെ ഭാഗമാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന നിലയിലാണ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത്, ഡി മണി, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, അതേപോലെ ഗോവർദ്ധൻ എന്നിവരുടെ പേരുകൾ അന്വേഷണ സംഘം കാണുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ടാകുന്ന മൂവുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാകും. SK. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും, രമേശ് ചെന്നിത്തലയാണ് ഒരു വ്യവസായിയുടെ കാര്യം അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഒരു വ്യവസായിക്ക് കഴിയും. ആ വ്യവസായി സംസാരിച്ചതിന് ശേഷമാണ് ഈ ഡി മണി അഥവാ ഇപ്പോൾ ഡയമണ്ട് മണി എന്ന വിഖ്യാതൻ എന്നറിയപ്പെടുന്ന ആൾ ലൈം ലൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഡി മണിയെ ചോദ്യം ചെയ്യാൻ കൂടി കഴിഞ്ഞു. ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണോ, നമ്മുടെ ഈ ചാരക്കേസ് കാലത്തെ കോട്ടുവാല പോലെ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ എന്ന് അന്വേഷണ ഏജൻസിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അത് വലിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. അയാളെ ചോദ്യം ചെയ്യാനും ഇതിൽ ചില കണ്ടെത്തലുകൾ നടത്താനും കഴിയുന്ന രീതിയിൽ ദിണ്ടിഗലിലെ മണിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.